ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് ഓഫ് അനാലിസിസ് ഓഫ് ബീം ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ഇനി ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. പ്രോബ്ലം ഇതാണ്: അനലൈസ് ദ ഗിവൺ ബീം ആൻഡ് ഡ്രോ ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇവിടെ ഒരു ഗിവൺ ബീം തന്നിട്ടുണ്ട്, അവന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക, അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്താണെന്നുള്ള കാര്യം അറിയാം. എന്തായിരുന്നു? ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്നുള്ള കാര്യമാണ്. എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി ഉള്ളൂ എന്നുള്ള കാര്യം നമുക്ക് അറിയാം. സോ അത് കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ എന്തായിരുന്നു? R - R ആണ്. ഇവിടെയും ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇവിടെ 2 അൺനോൺ റിയാക്ഷൻസ് ഉണ്ടാവും, ഇവിടെ 1. സോ ഇൻ ടോട്ടൽ 3 ആണ്. 3 - 2 ഹൊറിസോണ്ടൽ ഇല്ലാത്തത് കൊണ്ട് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എടുക്കുമ്പോൾ സിഗ്മ H = 0 കൺസിഡർ ആവശ്യമില്ല. സിഗ്മ V = 0, സിഗ്മ M = 0. സോ ഇക്വിലിബ്രിയം ഇക്വേഷൻ എത്രയേ ഉള്ളൂ? 2 ആണ്. സോ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനൻസി എന്ന് വെച്ചാൽ എത്രയാണ്? 1 ആണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു റിഡൻഡന്റ് ഫോഴ്സ് ആണ്. അപ്പൊ റിഡൻഡന്റ് ഫോഴ്സിന് എടുക്കുന്ന ഏതാ? ടേക്ക് MA ആസ് റിഡൻഡന്റ് ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ MA എടുത്തു കഴിഞ്ഞാൽ ഇതൊരു സിംപ്ലി സപ്പോർട്ട് ബീം ആണ്. സ്ട്രക്ചർ എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. ശരി. ഇനി രണ്ടാമത് അസൈൻ സിസ്റ്റം കോർഡിനേറ്റ്സ്. അപ്പൊ റിഡൻഡന്റ് എടുത്ത ഏതായിരുന്നു? ഇവിടെ മൊമെന്റ് ആണ് എടുത്തത്. അപ്പൊ ഞാൻ അതിന് എന്തായിട്ട് കൊടുത്തു? സിസ്റ്റം കോർഡിനേറ്റ് 1, ഒറ്റ സിസ്റ്റം കോർഡിനേറ്റ് ഉള്ളൂ, അത് ഞാൻ അസൈൻ ചെയ്തു. ദെൻ എലമെന്റ് കോർഡിനേറ്റ്സ് അസൈൻ ചെയ്യുമ്പോൾ എന്താ? ഇതിനെ ഒരു ഫിക്സഡ് ബീം ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇവിടെ 1 സ്റ്റാർ കൊടുത്തു, ഇവിടെ എന്ത് കൊടുത്തു? അതുപോലെ തന്നെ 2 സ്റ്റാർ കൊടുത്തു. എലമെന്റ് കോർഡിനേറ്റ്സും എനിക്ക് അസൈൻ ചെയ്യാനായിട്ട് അറിയാം. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? കാൽക്കുലേറ്റ് ദ ഫിക്സഡ് മൊമെന്റ്സ്. ഫിക്സഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഓവർഹാങ്ങിങ് പോർഷനിൽ എന്തില്ല? ഫിക്സഡ് മൊമെന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എവിടെ മാത്രമേ ഫിക്സഡ് മൊമെന്റ് വരുള്ളൂ? ഈ ഒരു AB എന്ന മെമ്പറിൽ മാത്രമേ ഫിക്സഡ് മൊമെന്റ് വരുള്ളൂ. സോ ഫിക്സഡ് മൊമെന്റ് ABയും ഫിക്സഡ് മൊമെന്റ് BAയും ഇവിടെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലെ? ഫിക്സഡ് മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കും? പോയിന്റിലാണ് WL/8 ആയിരിക്കും ഫിക്സഡ് മൊമെന്റ് അറ്റ് AB എന്ന് പറയുന്നത്. അതേപോലെ ഫിക്സഡ് മൊമെന്റ് അറ്റ് BA എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? WL/8 ആണ്. സോ -40 കിലോ ന്യൂട്ടണും അതുപോലെ +40 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഇക്വാലന്റ് ജോയിന്റ് ലോഡ് ആണ് നമ്മുടെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇക്വാലന്റ് ജോയിന്റ് ലോഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? AB ആണെങ്കിലും B ആണെങ്കിലും എന്ത് ചെയ്യുക? ജസ്റ്റ് റിവേഴ്സ് ചെയ്യുക. ഇവിടെ -40 ആണെങ്കിൽ ഇക്വാലന്റ് ജോയിന്റ് ലോഡ് അറ്റ് AB എന്ന് വെച്ചാൽ എത്രയായിരിക്കും? +40 കിലോ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. അതുപോലെ ഇവിടെ ഫിക്സഡ് മൊമെന്റ് എന്ന് പറയുന്നത് ഇവിടെ 40 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വാലന്റ് ജോയിന്റ് ലോഡ് അറ്റ് BA എന്ന് പറയുന്നത് എന്തായിരിക്കും? -40 കിലോ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് ആറാമത്തെ സ്റ്റെപ്പ്, അതായത് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിലോട്ട് പോകാം. സോ ഇനി ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ് ഫോം ചെയ്യാന്നുള്ളതാണ്. നമുക്കറിയാം ഇവിടെ 1 സ്റ്റാർ അതുപോലെ തന്നെ 2 സ്റ്റാർ എന്ന് പറയുന്നതാണ് നമ്മുടെ എലമെന്റ് കോർഡിനേറ്റ്സും, ഇതാണ് നമ്മുടെ സിസ്റ്റം കോർഡിനേറ്റ്സും. സിസ്റ്റം കോർഡിനേറ്റ്സിലാണ് നമ്മൾ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ സൈൻ എന്തായിരിക്കും? +1 എന്നേ ഉള്ളൂ. ഇവിടെ ഉണ്ടോ? ഇവിടെ യൂണിറ്റ് ലോഡ് അപ്ലൈ ഇല്ല. കാരണം എന്താ? ഇവിടുന്നാണ് നമ്മുടെ സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മാത്രം എന്ത് ചെയ്താൽ മതി? യൂണിറ്റ് ലോഡ് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. എലമെന്റ് കോർഡിനേറ്റ്സ് 1 സ്റ്റാറും 2 സ്റ്റാറും ആണെന്ന് ഓർമ്മിക്കുക. സോ ഞാൻ എഴുതി ഒറ്റ എലമെന്റ് കോർഡിനേറ്റ് ഉള്ളൂ. സോ നമ്പർ ഓഫ് കോളം എന്ന് പറയുന്നത് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിൽ എന്തായിരിക്കും? 1 ആയിരിക്കും. 2 എലമെന്റ് കോർഡിനേറ്റ്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇനി 1 സ്റ്റാർ F 1 സ്റ്റാർ 1 എന്ന് പറഞ്ഞാൽ എന്താ? വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അതേപോലെ F 2 സ്റ്റാർ 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. F 1 സ്റ്റാർ 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. F 2 സ്റ്റാർ 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? F 2 സ്റ്റാർ 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാല്യൂ 0 ആയിരിക്കും. ഇത് എങ്ങനെ വന്നു എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ് കിട്ടി. സോ ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ് കിട്ടിയാൽ എന്ത് ചെയ്യുക? അതിന്റെ ട്രാൻസ്പോസ് എടുക്കാനും അറിയാം. ഇനി ഏഴാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് അറ്റ് എലമെന്റ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഡെൽറ്റ സ്റ്റാർ എന്ന് പറയുന്നതാണ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് അറ്റ് എലമെന്റ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അത് എങ്ങനെ കണ്ടുപിടിക്കാം? എത്ര മെമ്പർ ഉണ്ടാകും? മെമ്പർ ഫ്ലെക്സിബിലിറ്റി ആണ്. സോ ഇവിടെ മെമ്പർ എന്ന് പറയുന്നത് AB എന്ന ഒറ്റ മെമ്പർ മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ടുള്ളൂ. സോ ഡെൽറ്റ AB എന്ന മെമ്പർ നമ്മൾ കൺസിഡർ ചെയ്തു. സോ കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ അറിയാം. LAB ഡിവൈഡ് ബൈ 6EA എന്ന എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 6EA × 2 -1 - 2 എന്ന എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഡെൽറ്റ AB കിട്ടി. ഡെൽറ്റ AB കിട്ടിയാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എക്സ്പ്രഷൻ എന്തായി? 4/6EA × 2 -1 - 2 എന്ന് കിട്ടി. സോ ഇവിടെ ഒരു 2 കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/3EA × 2 -1 - 2 എന്ന് പറയുന്നതാണ് ഡെൽറ്റ സ്റ്റാർ. എങ്ങനെയാണ് ഡെൽറ്റ സ്റ്റാർ കിട്ടിയതെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മെമ്പർ ഫ്ലെക്സിബിലിറ്റി എടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞു. അത് ഡയഗണൽ ആയിട്ട് എഴുതുക. ഇവിടെ ഒറ്റ മെമ്പറേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ മെമ്പർ ഫ്ലെക്സിബിലിറ്റി എന്താണോ അതെടുത്ത് നമ്മൾ ഇവിടെ എഴുതിയാൽ മാത്രം മതി. ഓക്കെ.
ലെങ്ത് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. 2 + 2 എന്ന് പറയുന്നത് 4. അതാണ് 4/6EA × 2 - 1 - 1 2 എന്ന് വന്നത്. അതിന് ഞാൻ ഇവിടെ കോമൺ ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2/3A × 2 - 1 - 1 2 എന്ന് എഴുതി. ഇനി എട്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് സെറ്റ് സിസ്റ്റം കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ ആണ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് സെറ്റ് സിസ്റ്റം കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഡെൽറ്റ = F ട്രാൻസ്പോസ് × ഡെൽറ്റ സ്റ്റാർ × F എന്ന് പറയുന്നതാണ്. F ട്രാൻസ്പോസ് ഇവിടെ കിട്ടി, ഡെൽറ്റ സ്റ്റാർ കിട്ടി, F കിട്ടി. സോ ആദ്യം ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും? ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 - 1 - 1 2. സോ ഈ റോ ഇൻറ്റു ഈ കോളം മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 1 - 1 × 0. സോ 2 ആണ്. ദെൻ -1 × 1 -1 2 × 0 0. സോ 2 - 1 എന്ന് പറയുന്ന മെട്രിക്സ് എനിക്ക് ഇവിടെ കിട്ടി. ദെൻ ഈ 2/3i ഞാൻ പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ 2/3i × 1 0 2 - 1. ഈ റോ ഇൻറ്റു ഈ കോളം മൾട്ടിപ്ലൈ ചെയ്യാൻ എനിക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഡെൽറ്റ എന്ന് പറയുന്നത്, അതായത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് സിസ്റ്റം കോർഡിനേറ്റ്സ് എന്ന് പറയുന്നതായിരിക്കും 4/3ei ആയിരിക്കും. സോ നമ്മുടെ ഇനി സ്റ്റെപ്പ് നമ്പർ 9 എന്ന് പറയുന്നത് ഇക്വാലന്റ് ജോയിന്റ് ലോഡ് മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കണ്ടുപിടിക്കുന്ന ഒരു പാടുമില്ല. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. PL star = 40 - 40 എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി 10th സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് ഡ്യൂ ടു അപ്ലൈഡ് ലോഡ് അറ്റ് സിസ്റ്റം കോർഡിനേറ്റ്സ്. അപ്പൊ അതെന്താ? ഡെൽറ്റ എൽ ആണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? F ട്രാൻസ്പോസ് × ഡെൽറ്റ സ്റ്റാർ × PL star ആണ്. F ട്രാൻസ്പോസ് എന്താണെന്ന് അറിയാം, ഡെൽറ്റ സ്റ്റാർ അറിയാം, PL star അറിയാം. അതിന്റെ എല്ലാത്തിന്റെയും വാല്യൂ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ 1 0 2/3ei × 2 - 1 - 1 2 ഡെൽറ്റ സ്റ്റാർ × 40 - 40 എന്ന് പറയും. അപ്പൊ ആദ്യം ഈ മെട്രിക്സും ഈ മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? ഈ റോ ഇൻറ്റു ഈ കോളം. അപ്പൊ 2 × 40 പ്ലസ് -1 × -40 = +40. Therefore 80 plus 2 × 40 80 plus -1 × -40 +40. So total 120 എന്ന് കിട്ടി. Then അടുത്ത് വരുമ്പോഴോ -1 × 40 -40 plus 2 × -40. So -40 - 80 = -120 എന്ന് കിട്ടി. Then ഇവിടെ വരുമ്പോഴോ 2/3ei × 1 0 ആണ്. സോ ഈ റോയും ഈ കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 120. അതായത് 2/3ei × 120 എന്ന് കിട്ടി, which is equal to 80/ei. ഇനി 11th സ്റ്റെപ്പ് എന്തായിരുന്നു? റിഡൻഡന്റ് ഫോഴ്സ് മെട്രിക്സ് കണ്ടുപിടിക്കുക. റിഡൻഡന്റ് ഫോഴ്സ് മെട്രിക്സ് എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? P = -(delta inverse × delta L). ഇവിടെ ഡെൽറ്റ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു പാടില്ല, കാരണം ഡെൽറ്റ = 4/3ei ആണ് എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി കിട്ടി. Therefore ഡെൽറ്റ ഇൻവേഴ്സ് എന്ത് ചെയ്താൽ മതി? റിവേഴ്സ് ചെയ്താൽ മതി. Therefore 3ei/4 ആയിരിക്കും. സോ -3ei/4 × ഡെൽറ്റ എല്ലിന്റെ വാല്യൂ എന്തായിരുന്നു? 80/ei ആണ്, which is equal to 60 kN/m എന്ന് എനിക്ക് അവിടെ കിട്ടി. അതാണ് നമ്മുടെ റിഡൻഡന്റ് ഫോഴ്സ് മെട്രിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ റിഡൻഡന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ബെൻഡ് മൗണ്ട് ഡയഗ്രം വരയ്ക്കാലോ. ബെൻഡ് മൗണ്ട് ഡയഗ്രം എങ്ങനെ വരയ്ക്കാൻ പറ്റും? നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ എൻഡിലെ മൊമെന്റ് നമുക്ക് അറിയാം 60 ആണെന്നുള്ള കാര്യം അറിയാം. ഓർമ്മിക്കുക, ഇവിടെ ഒരു ലോഡ് ഉണ്ടായിരുന്നു അല്ലെ? ഈ എൻഡിൽ ഒരു ലോഡ് ഉണ്ട്. സോ അപ്പൊ ഇവിടുത്തെ മൊമെന്റ് എന്തായിരിക്കും? 10 × ഈ ഡിസ്റ്റൻസ് അല്ലെ? 2 മീറ്റർ ആണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ 10 × 2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അറിയുന്നത്, which is equal to 20 kN/m എന്ന് വരും. സോ ഇവിടുത്തെ മൊമെന്റ് എന്തായിരിക്കും? 20 kN/m എന്ന് കിട്ടി. ഈ എൻഡിലെ ഫ്രീ എൻഡിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഓർമ്മിക്കുക, ഇവിടെ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് കാരണം ഉണ്ടാവുന്ന ഫ്രീ മൊമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? WL/4 ആണ്. WL/4 എന്ന് പറയുമ്പോൾ 80 × ലെങ്ത് 4 ആണ്, /4 is equal to 80 എന്ന് കിട്ടി. സോ നമുക്ക് ആവശ്യമുള്ള ആക്ച്വൽ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈനൽ മൊമെന്റ് ആൻഡ് ഫ്രീ മൊമെന്റ്. സോ ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ കുറച്ച് സ്പീഡിനാണ് പറഞ്ഞത്. ജസ്റ്റ് ആ പ്രോബ്ലം ചെയ്ത് നോക്കിയതിനു ശേഷം ക്വസ്റ്റ്യൻ എഴുതി പ്രോബ്ലം ചെയ്ത് നോക്കുക. തൊട്ട് മുമ്പത്തെ പ്രോബ്ലം റെഫറൻസ് ആക്കി വെച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഈ വീഡിയോ കാണുക.